അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു ആനിമിൻ്റെ എപ്പിസോഡിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ആനിമിൻ്റെ പുറകിലായിരുന്നു, വർക്കിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ആനിമെ നമ്മൾ മുഴുവനായിട്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് കേൾക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എപ്പിസോഡ്സ് ഇറങ്ങാനും വൈകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം. സീസൺ 1 നമ്മൾ കാണാമെന്ന് 12ാമത്തെ എപ്പിസോഡ്. അപ്പോൾ വൈപ്പിയത്തെ റേവിലേക്ക് എത്തിലേക്ക് വെൽക്കം ബാക്ക് ഒരു അനിമേറ്റേഴ്സ്. അങ്ങനെ ആസ ഇവർ ജിന്നും കൂടി അണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അതായത് അവർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്ന ആ സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ എത്തിയതും അവിടെ ഒരു വാതിൽ തന്നെ കാണുന്നില്ല, വാതിലൊന്നും കാണുന്നില്ല. അപ്പോൾ ആ മതിൽ ഇങ്ങനെ തൊട്ടിട്ട് ആ ജിന്നിങ്ങനെ പോകുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ലയം കാണുന്നത്. അപ്പോഴാണ് അങ്ങനെ അവിടെ നോക്കിയത് എവിടും ഒരു ലൈൻ കാണുന്നുണ്ട് എന്ന് പറയാൻ ചെയ്യുന്നത്. അപ്പോൾ ജിന്ന് എല്ലാവരും കൂടി ആണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ സീൻ കട്ട് ചെയ്തിട്ട് അന എന്ന് പറയുന്ന ഒരു ആളെ കാണിക്കാണ് അവൻ്റെ അമ്മാവൻ്റെ അടുത്ത്. അങ്ങനെ അവൻ്റെ അമ്മാവനും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവനോട് ചോദിക്കുകയാണ്, യാസു യൂറോം പറഞ്ഞിട്ടുള്ള ആൾ നിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയണേ. അവൻ ഞങ്ങളെ വില്ലേജിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ആസ എന്ന് പറയുന്നത് ഞങ്ങളെ വില്ലേജിലാണ് എന്ന് പറയാൻ ചെയ്യുന്നത്. എന്താടാ നീയൊക്കെ പറയുന്നത്? നിനക്ക് അവർ നിൻ്റെ അടിമാക്കി വെക്കാനായിട്ട് പറ്റില്ല എന്ന് ചോദിച്ച് നല്ല രീതിക്ക് ചൂടാണ് ചെയ്യുന്നത്. അപ്പോൾ പറയാൻ ചെയ്യുന്നത് അതൊന്നും പറ്റത്തില്ല, അവൻ്റെ ഡീമൺസ് എല്ലാം ഭയങ്കര രീതിക്ക് പവർഫുള്ളായിട്ടുള്ള ഡീമൺസാണ്, ലക്ഷ്യം റൈറ്റ് എന്ന് പറയാൻ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒന്നും സാധിക്കത്തില്ല എന്ന രീതിക്ക് പറയാൻ ചെയ്യുന്നത്. യൂറനമ്പരം തട്ടിയിട്ട് ആ ഫോഴ്സിലേക്ക് അവരെ കൈക്കുള്ളിൽ നിർത്താനൊന്നും സാധിക്കത്തില്ല. ഞാൻ നിങ്ങളും കാട്ടും വീടുകളിൽ എത്തും, എൻ്റെ അഞ്ജനം അതുപോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറയാൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറയാൻ ചെയ്യുന്നത്. അങ്ങനെ അവിടുന്ന് നമ്മളെ ആസ പോവുകയാണ് ചെയ്യുന്നത്. അതായത് അവിടുന്ന് സംസാരിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ പോകുമ്പോൾ ആസ ഒരു ബട്ടർഫ്ലൈ പോലത്തെ സംഭവം അവിടെ വിടുന്നുണ്ട് പോകുമ്പോൾ. ഓക്കെ, പിന്നീട് അവിടേക്ക് ഒരാൾ കയറി വരുന്നുണ്ട്. ആരോന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നില്ല. ആരോ ഒരാൾ കയറി വരുന്നുണ്ട്. അവിടുന്ന് ആ പറന്നുകൊണ്ടിരുന്ന ബട്ടർഫ്ലൈനെ വെട്ടുകയാണ് ചെയ്യുന്നത്. സോ ഇതിനെ ഇയാൾ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടാകണം അല്ലേ? അങ്ങനെ യൂറും ആസയുടെ ഒരു ബാലൻസിന് തപ്പാണ് മിസ്സായ ലക്ഷ്യത്തിൽ നിന്നും തപ്പിയെടുക്കാനായിട്ട് നോക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ ഡെറയെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെറ ഇപ്പോൾ അവിടുന്ന് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഡെറ എൻ്റെ അമ്മ ഇപ്പോൾ ഒക്കിനാവയിൽ തന്നെ അല്ലേ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒക്കിനാവിൽ തന്നെയാണ് ആണോ എന്ന് ഡൗട്ടുണ്ട് എന്ന് പറയാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് പറയാൻ ചെയ്യുന്നത്, അതായത് നമുക്കൊരു ആളെ പോയി കാണണമെന്ന്, അങ്ങനെ ഒരു പാണ്ഡ്യയെ പോയി കാണണമെന്ന് പറയാൻ ചെയ്യുന്നത് പ്ലാൻ ചെയ്യുകയാണ്. അവിടെ സീൻ കട്ടായ പിന്നെ രണ്ടാളെ കാണിക്കുന്നു, ജെന്നും അനയും കൂടി. നീ എന്തിനാ ഇപ്പോൾ അങ്ങനെയൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കുന്നേ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാം വിട്ടുപിടിക്കല്ലേ എന്നൊക്കെ പറയാനും ചെയ്യുന്നത്. അങ്ങനെ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ നടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അവിടുന്ന് ഒരു കോളിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ അതായത് സംസാരിക്കുന്ന സൗണ്ട് കേട്ടതും അവർ അവിടേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ പാർട്ടി ഫോണിൽ ആരും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടിയായിരുന്നു, അതായത് നീ ഇങ്ങോട്ട് വരുന്നില്ലേ, നിന്നെ കണ്ടിട്ട് എത്ര ദിവസമായി എന്നൊക്കെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതന്നെ സംസാരിച്ച് തന്നെ കുറച്ച് റിപ്പീറ്റഡായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും വരും, സോറി, ഐ ലവ് യു എന്ന് പറയാൻ ചെയ്യുന്നത്. അങ്ങനെ എന്നെ ചോദിക്കുകയാണ് എന്താ കുഴപ്പമെന്ന്. അപ്പോൾ പറഞ്ഞ കാര്യം തന്നെ പറയാണ്. അപ്പോഴാണ് ഒരു ഡീമൺസൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നത് കാണുന്നത്. പിന്നീട് നമ്മളെ കാണിക്കുന്ന സീൻ കട്ട് ചെയ്താൽ ഇവർ ആ പാണ്ഡ്യയെ കാണാൻ പോകുന്നത് നമുക്കറിയത്തില്ല. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഡെറ അവിടെ നിന്നും പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് ഒരാളെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡെറ അവിടെ നിന്ന് നടന്നുകൊണ്ട് ആളെടുത്ത് എത്താണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ആളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതായത് പാണ്ഡ്യ എവിടെയെന്ന് അറിയുമോ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. നീ ഒരു വില്ലേജിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്ന് പറയാൻ ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്.
അതായത് ഞാൻ ഒരു ദിവസം രാത്രി, അതായത് ഒരു രാത്രി ഞാൻ റോഡ് കൂടി നടന്നു പോകുമ്പോൾ ഞാനൊരു ആളെ കണ്ടിരുന്നു എന്ന് പറയാൻ ചെയ്യുന്നത്. എന്താ നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അതെ, ആ ഒരാളെ കാണാൻ, അതായത് രാത്രി ഞാൻ ഒറ്റയ്ക്ക് റോഡിൽ കൂടി പോവുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോഴാണ് ഞാൻ ഒരാളെ കണ്ടത് എന്ന് പറയാൻ ചെയ്യുന്നത്. അതായത് ഒരു കട്ടാന പിടിച്ചിട്ടുള്ള ഒരു നിഞ്ച പോലെ തോന്നിക്കുന്ന ഒരാളെ കണ്ടിരുന്നു. അയാൾ പെട്ടെന്ന് എന്നെ ആക്രമിക്കാൻ വന്നു. പക്ഷേ ഞാൻ അവിടെ ബോധം കിട്ടു. പിന്നീട് എൻ്റെ കുട്ടി ഡീമൻസാണ് എന്നെ ബോധം നീപ്പിച്ചത് എന്ന് പറയാൻ ചെയ്യുന്നത്. പിന്നീട് എന്തുണ്ടായെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണുള്ള കാര്യങ്ങൾ എന്ന് പറയാൻ ചെയ്യുന്നത്. എന്നാൽ ശരി, ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് പോവാണ് ചെയ്യുന്നത്. അങ്ങനെ നീ അവിടെ പോയി നോക്കുക എന്ന് പറയാൻ ചെയ്യുന്നത്. അങ്ങനെ രാവിലെ അവർ വില്ലേജിലേക്ക്, അതായത് ആ വില്ലേജിലേക്ക് വരികയാണ് ചെയ്തത്. അങ്ങനെ ആ വില്ലേജിലത്തെ കുട്ടികൾക്കൊക്കെ ഇയാളെ അറിയാമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാൾ വില്ലേജിൽ വന്നിട്ടുണ്ടാകണം. അങ്ങനെ വന്ന എന്തിനാണോ അത് ചെയ്യാനായിട്ട് പോണത്. അതായത് ആ കുട്ടിക്ക് എന്തോ രോഗമുണ്ടാകും, അതുകൊണ്ട് ഇഞ്ചക്ഷൻ വെച്ചിട്ട് കുട്ടീനെ ഭേദപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്നും നേരെ പോകാൻ നിൽക്കുമ്പോൾ അവർ പറയാൻ ചെയ്യുന്നത്, നമ്മളെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൊന്നിട്ടുണ്ട് പ്ലാനത്തെ ആൾക്കാർ, അതുകൊണ്ട് നമുക്ക് അവരെ പരിഹാരം കിട്ടണമെന്ന് പറയാൻ ചെയ്യുന്നത്. സത്യം എന്താണെന്നറിയാതെ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്ന് അവിടെ പറയാൻ ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കുകയാണ്, അതായത് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെയാണ് വേറൊരു സംഭവം കൂടി അവിടെ നടക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അതായത് അയാളുടെ മേത്ത്, അതായത് നമ്മളിപ്പോൾ പുറത്തുനിന്ന് വന്നിട്ടുള്ള അയാളുടെ മേത്ത് ഒരു കത്തി വന്നിട്ട് കുത്താണ് ചെയ്യുന്നത്. ബ്ലഡും കാര്യങ്ങൾ തന്നെ ഒന്നും വരുന്നതായിട്ട് കാണിക്കുന്നില്ല. കാരണം അവിടെ ബ്ലഡ് ചെയ്യാതെ ആ കത്തിൻ്റെ ആ വയറ്റിൽ നിന്നും ഒരാൾ വരികയാണ്. ഷോടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ആളാണ്. ഇതെന്താ അങ്ങനെ, രക്തം കാര്യങ്ങളൊന്നും വരുന്നില്ല, എൻ്റെ വയറ്റിൻ്റെ ഉള്ളിലായിരുന്നു നീ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ എത്തിയ ആൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാവരും കൊല്ലാണ്. അങ്ങനെ ഇവിടെ വെച്ചിട്ട് ഈ ഒരു എപ്പിസോഡ് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത 13ാമത്തെ എപ്പിസോഡായിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. കാരണം ആ എപ്പിസോഡ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. ഇത് ചെറിയൊരു എപ്പിസോഡായിരുന്നു. അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് നടക്കുന്നുള്ളത് നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായിട്ട് കണ്ടുമുട്ടാം. അപ്പോൾ ഞാൻ പുതിയൊരു ആനിമം ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ സീസൺ 1 ഈ ചാനലിലുണ്ടാകും, സീസൺ 2 രണ്ടാമത്തെ ചാനലിലുണ്ടാകും. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നീ കയറി ചെക്ക് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ചാനലിലായിരിക്കും അത് അപ്ലോഡ് ചെയ്യുക, ഇത് ഈ ചാനലിലായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.